എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയിൽ ശങ്കരനാരായണൻ വേദയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദീപ്തിയുടെ കാര്യത്തിൽ വിക്രത്തിന് പങ്കുണ്ടെങ്കിൽ ഞാൻ അവനോട് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല. ദീപ്തിയുടെ കാര്യം അറിഞ്ഞത് മുതൽ ജലപാനം പോലും ഇല്ലാതെ പത്മ അവിടെ കിടക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവളുടെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനായിരിക്കും നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ശത്രു. ഒരിക്കലും ഞാൻ ആരുടെ ക്ഷമിക്കാൻ പോകുന്നില്ല. അതും പറഞ്ഞിട്ട് ശങ്കരനാരായണൻ കാറ് കയറാനിട്ട് തുടങ്ങുമ്പോൾ വേദ പറഞ്ഞ അച്ഛാന്നും പറഞ്ഞിട്ട് പുറകെ ചെന്നെങ്കിലും ശങ്കരനാരായണൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. വേദയ്ക്ക് ടെൻഷനായി. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വല്ലാത്തൊരു ടെൻഷൻ. പെട്ടെന്ന് വേദ വിക്രത്തെ വിളിക്കുകയാണ്. വിക്രസ്വാമി ഇതെവിടാ? അതെ, ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം എവിടെയാന്നാ ചോദിച്ചേ? നെല്ലിമൂടി ജംഗ്ഷൻ എത്താറേ. എങ്കിലും അവിടെ നിൽക്കുക. ഒരമണിക്കൂറിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. വേദ പക്ഷെ അതിനു മുമ്പ് വേദ കോള് കട്ട് ചെയ്തു. തിരിച്ചങ്ങോട്ടേക്കൊന്നും പറയാനായിട്ട് വിക്രത്തിന് അവസരം കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേദയും വിക്രവും കൂടെ ഒരു കോഫി ഷോപ്പിലേക്ക് പോവാണ്. അങ്ങനെ അവരുടെ ജ്യൂസിനൊക്കെ ഓർഡർ ചെയ്ത് വേദ കാര്യങ്ങൾ വിക്രത്തോട് പറയാണ്. കാരണം ദീപ്തിയും വരുണും തമ്മിലുള്ള ഇഷ്ടത്തിന് തങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ അച്ഛൻ പറഞ്ഞെന്നുള്ള കാര്യം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, നിന്റെ അച്ഛൻ എന്താ ഭ്രാന്തുണ്ടോയെന്ന് ചോദിക്കുക. ഇതേ വിക്രം വേണ്ട കേട്ടോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചട്ടെ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പെറ്റി കേസുമായിട്ട് വരുന്ന ആളെ തൂക്കിക്കൊല്ലാൻ ചിലപ്പോൾ നിന്റെ അച്ഛൻ വിധിക്കും. അതുപോലെയല്ല നിന്റെ അച്ഛൻ്റെ മനോനില ഇപ്പം തകർന്നിരിക്കുന്നേ. വിക്രം ദേ കൂടുതൽ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഞാനതിനെ മുഴുവൻ പറഞ്ഞു തീർന്നില്ലല്ലോ. എന്ത്? പിന്നെ അച്ഛൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. എന്ത്? അതെ, വരുണിനെ ഇറക്കി വിട്ടിരിക്കുന്ന ആള് വിക്രമാണ്. അതെ, വരുണിനെ കൂട്ടുപിടിച്ച കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് വിക്രം ഇറങ്ങി തിരിച്ചിരിക്കുവാന്ന്. വരുണും വിക്രവും തമ്മിൽ കൂട്ടാന്ന്. ഇത് കേട്ടപ്പം വിക്രം അവിടുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇത്രയും വലിയൊരു തമാശ. വരുണിനെ ഞാൻ കൂട്ടുപിടിച്ച ദീപ്തിയും കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. കഷ്ടം തന്നെയെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, അല്ല അച്ഛൻ പറഞ്ഞ, പക്ഷെ എനിക്കറിയാലോ അതങ്ങനെയല്ല എന്നുള്ള കാര്യം. ദീപ്തിയുടെ കാര്യം അറിഞ്ഞത് മുതൽ അമ്മയാണെങ്കിൽ ജലപാനം പോലും ഇല്ലാതെ അമ്മ കിടക്കുക. എടി, നിന്റെ വീട്ടിൽ എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ടോ? കഷ്ടം തന്നെ. നീ ഒന്ന് ഓർത്തു വയ്ക്കേ. ദീപ്തി ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അത് അതിൻ്റെതായ രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? നിന്റെ അച്ഛൻ വലിയ ജഡ്ജിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അച്ഛന് മക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, പറയുന്ന ആൾക്കെല്ലാം അറിയാവുന്ന പോലെ തോന്നും. അതെ, ഞാൻ പറയാം. ദീപ്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്യണ്ടേ, അല്ലാതെ അവളെ പോയി തല്ലാനോ കൊല്ലാനോ എങ്കിൽ ജലപാനം പോലും കഴിക്കാൻ നിന്റെ അമ്മ കിടന്നിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. കാര്യങ്ങളൊക്കെ സാവകാശത്തിൽ സമാധാനത്തിൽ പറഞ്ഞ് അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ നിന്റെ അച്ഛൻ അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഒരു സുഹൃത്തിൻ്റെ മകളായിരുന്നു ദീപ്തിയെങ്കിലും ഉണ്ടല്ലോ, നിന്റെ അച്ഛൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തേനെന്ന് പറയണം. അത് കേട്ടപ്പം വേദ ചോദിച്ചു, എന്നിട്ടെന്താ സ്വന്തം കാര്യത്തെ അത് പ്രാവർത്തികമാക്കാത്തെ? അതിന് പിന്നിൽ ഒരു സത്യമുണ്ട് വേദ. എന്താണെന്നറിയാവോ? നമുക്ക് സ്വന്തം ഒന്ന് നമ്മുടെ തോന്നുമ്പോൾ, ഈ സ്വന്തം എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് സ്വന്തമായിട്ട് ഒരു കടയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണ് ആ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടും അതുപോലെ തന്നെ നമ്മുടെ പണച്ചെലവും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തമാകുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇപ്പം നിന്റെ അച്ഛൻ്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കാം. നിന്റെ അച്ഛൻ ഇത്രയും കാലം ദീപ്തിയെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. അപ്പോൾ പെട്ടെന്ന് ദീപ്തിയിൽ ഇങ്ങനെ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ നിന്റെ അച്ഛനെ അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭയം കാര്യങ്ങളെല്ലാം ഉണ്ടായി. ആ പെട്ടെന്നുണ്ടായ ആ ഒരു ഭയത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അച്ഛനെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെ കുറേ തത്വങ്ങളൊക്കെ വിക്രം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, കൊള്ളാലോ, ആളെന്താളും തകർക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞല്ലേ. അത് കേട്ടപ്പം വിക്രം പറഞ്ഞു, എന്ത് ചെയ്യാനാ, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമെന്ന് പറയാം. അതെ, ഇനി സംസാരിച്ച് തന്നിട്ട് കാര്യമില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ വർക്ക്ഷോപ്പിലേക്ക് പോകണം. ഇന്ന് അനിയൻകൂട്ടൻ ലീവാന്ന് പറയണം ഉച്ചവരെ. അത് വിക്രം, ഒരു മിനിറ്റ്, എന്താ നമുക്ക് വീട് വരെ ഒന്ന് പോയാലോ? അമ്മയൊന്ന് കണ്ട് സംസാരിച്ചിട്ട് വന്നാലോ എന്ന് ചോദിക്കുക. പിന്നെ ഞാനിനി അങ്ങോട്ടേക്ക് വരാനായിട്ട്. നല്ല കഥയെ, നിനക്ക് വേറെ പണിയൊന്നുമില്ല വേദേ, നീ പോയിക്കോളാൻ പറയണം. എനിക്ക് അമ്മയൊന്ന് കാണണമെന്നുണ്ട്. വിക്രം കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരു പക്ഷേ വിക്രത്തിന് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നേ. അമ്മയുടെ നിലപാട് ശരിയല്ല. അമ്മ എങ്ങനെ ദീപ്തിയോട് ഇടപെടണമെന്നൊക്കെ. എൻ്റെ കൂടെ ഒന്ന് വരാമോ പ്ലീസ് വിക്രം എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ തുടങ്ങിയ വിക്രത്തിൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ഒടുവിൽ വിക്രം സമ്മതിച്ചു. വരാമെന്ന് പറയണം. വേദയ്ക്ക് സന്തോഷമായി. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതെ പൈസ കൊടുക്കണോട്ടോ, എൻ്റെ പൈസയൊന്നും ഇല്ല. അതൊക്കെ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് വേദയും വിക്രവും കൂടെ വേദയുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലേക്ക് വരുവാണ്. ആ സമയത്ത് വിക്രം വേദയെ അവിടെ ഇറക്കി. ഇനി നീ പൊയ്ക്കൊള്ളാൻ പറയണ അകത്തേക്ക്.
അതെന്താ വിക്രസ്വാമി വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ചേട്ടന് കരിയളകം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നമാവും. ഒന്നാമത്തെ കാര്യം ഞാൻ മാല ഇട്ടിരിക്കുക, വഴക്കുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, ചേട്ടൻ്റെ കാർ ഇവിടെ കാണുന്നില്ല, ഇല്ലാന്ന് തോന്നി. എന്നാലും വേണ്ട വേദ, നീ പോയിട്ട് പോരെ. അല്ല, വിക്രം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയോട് വേണ്ട, നീ ഒരു കാര്യം ചെയ്യ, അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു പക്ഷേങ്കിലേ ഇപ്പം ഈ പട്ടിണി കിടക്കുന്ന സമയത്ത് ടെൻഷൻ കൂടെ കൂടിയിട്ടുണ്ടെങ്കിലേ അഡ്രിനാലിനൊക്കെ കൂടും, വിശപ്പ് കൂടും, പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. കൊള്ളാം, പല പല കാര്യങ്ങളൊക്കെ അറിയാമല്ലേ, പിന്നല്ലാതെ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വേദ വിക്രത്തോട് പറഞ്ഞ് ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. വിക്രം അതൊക്കെ നോക്കി നിൽക്കുകയാണ്. കാരണം വിക്രത്തിനറിയാം വേദയ്ക്ക് നല്ല മനസ്സിന് വിഷമമുണ്ട് ദീപ്തിയുടെ കാര്യത്തിലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ പത്മയുടെ അടുത്തേക്ക് വരുവാണ്. പത്മ കിടക്കുമായിരുന്നു. ആ സമയം വേദ പറഞ്ഞു, അമ്മ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കണേ? അമ്മ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നിരാഹാരം കിടക്കണേ? ഇങ്ങനെ കിടന്നുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് അമ്മ കരുതുന്നുണ്ടോ ദീപ്തിക്ക്? അതൊരിക്കലും ഇല്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പം പത്മ ഇങ്ങനെ വേദയെ നോക്കി, അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണ. അത് കേട്ട പത്മ പറഞ്ഞു, വേണ്ട, കൂടുതലൊന്നും പറയണ്ട, നീയും വിക്രം എല്ലാം ദീപ്തിക്കൊപ്പം അല്ലേ? എനിക്ക് മനസ്സിലായെന്ന് പറയണം. അമ്മയെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അതാരാ എന്താന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷെ അമ്മ അതൊന്നും വിശ്വസിക്കല്ലെന്ന് പറയണം. പത്മ പറഞ്ഞു, നിനക്കറിയാലോ മോളെ, സാധാരണ ആൺമക്കള് ഒരു പ്രായമായി കഴിയുമ്പം അവർക്ക് ഇഷ്ടമുള്ള പോലെ തോന്നുന്ന പോലെ അവർ ജീവിച്ചെന്നിരിക്കും. പക്ഷെ പെൺകുട്ടികൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അവരങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം തന്നെ ഇവിടെ കണ്ടില്ലേ, നീയോ നിന്റെ തോന്നിയാസത്തിന് പോയി, അവസാനം ദീപ്തി അവളുടെ ഇഷ്ടത്തിന് പോകാനായിട്ട് ഒരുങ്ങുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യക്കേടാ ഇങ്ങനെ 2 മക്കള് എന്നൊക്കെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അമ്മ എന്ത് വർത്താനമേ പറയണെന്ന്? തെറ്റ് ചെയ്യുമ്പോൾ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഇല്ല. അതിന് ആൺകുട്ടികൾക്ക് എല്ലാവരും ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാവോ? അവർക്ക് ഒരു പ്രായമായി കഴിയുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാം, വേണ്ടത് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യാം. കൂടുതലൊന്നും അവരെ ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേങ്കിൽ പെൺകുട്ടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് എടുക്കും. അവർക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലോ പിന്നെ അത് കുടുംബത്തെ എതിർത്തുകൊണ്ടുള്ള തീരുമാനമായി. നാടിന് അപമാനം, വീടിന് അപമാനം, പിന്നെ എന്ന് വേണ്ട ഇല്ലാത്ത പൊല്ലാപ്പുകളൊന്നും ഇല്ല. ഇതെല്ലാം നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ അമ്മേ? അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷം അങ്ങോട്ട് വന്നു. വർഷം വന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ പ്രസംഗം കൊള്ളാലോ, നിന്റെ പറച്ചിലേട്ടാ തോന്നൂലോ, നീ വലിയ വിപ്ലവം നടത്തിയിട്ട് സ്നേഹിച്ച പുരുഷനെ വിവാഹം കഴിച്ച് കൂടെ ഇറങ്ങി പോയതാന്ന്. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ, അതിനകത്ത് വർഷേച്ചിക്ക് തെറ്റിപ്പോയെന്ന് പറയണം. എനിക്ക് എൻ്റെതായൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് വിക്രത്തെ ഇപ്പം ഇഷ്ടമാണ്. വിക്രത്തോട് എനിക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിക്രത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതിപ്പോൾ വിപ്ലവം നടത്തി കല്യാണം കഴിച്ചവർക്ക് മാത്രം അങ്ങനെ ജീവിക്കാൻ പാടുന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണം. പിന്നെ അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അമ്മ ആരൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അതാരാ എന്താന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. വർഷയുടെ കേൾക്കൊന്നും കൂടെ അത് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പത്മ പറഞ്ഞു, അതെ, എനിക്കിത് നീ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ല. എനിക്ക് വിക്രം കൂടെ പറഞ്ഞാൽ വിശ്വാസം വരത്തുള്ളൂ എന്ന് പറയണം. എന്നാൽ ശരി, വിക്രം പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ വിക്രത്തെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ വിക്രത്തെ വിളിക്കാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം പത്മത്തോട് വർഷ പറഞ്ഞു, ശ്രീയേട്ടൻ അങ്ങനെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. അമ്മയ്ക്കറിയാലോ. എനിക്കറിയാം, നീ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും ശ്രീകാന്ത് അറിയും. പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ, നീ കൂടുതലൊന്നും പറയേണ്ട വർഷം എന്ന് പറയണം. വർഷം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് വേദ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് പത്മ പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, നീയും വരണും തമ്മിൽ ബന്ധമുണ്ടോ? ദീപ്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ടോ? എനിക്കതിന് ഉത്തരം കിട്ടണമെന്ന് പറയണം. വേദ ഒന്ന് നോക്കി വിക്രം. പിന്നീട് വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ നിനക്ക് മറുപടി പറയാനായിട്ട് ഇത്ര സമയം എടുക്കണേ എന്ന് ചോദിക്കുകയാണ്. വിക്രം ഒന്നും മിണ്ടാതെ കഴുത്തിൽ കിടക്കുന്ന തൻ്റെ ആ മാലയിലേക്ക് നോക്കി. ശബരിമലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുമല്ലേ. പിന്നീട് ആ മാല ഇങ്ങനെ കയ്യിലേക്ക് എടുത്തു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കിനി കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല, ഇല്ല എന്നൊരു ഉത്തരം മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് കൂടിയില്ല ദീപ്തിയും മരണവും കൂടെ ഒന്നിക്കണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഇല്ല എന്ന് പറയണം. നമുക്ക് പോകാൻ വേദയെന്ന് പറയണം. വേദ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് വിക്രവും വേദയും കൂടെ പുറത്തേക്ക് ഇറങ്ങുക. പത്മയ്ക്ക് ഒരുമാതിരി ഒരു സമാധാനമൊക്കെ ആയി. പോകുന്നതിന് മുമ്പ് തന്നെ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ ഈ ജലപാനം പോലും കഴിക്കാതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ദീപ്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടത്. അങ്ങനെ അവർ ഹാളിലേക്ക് ഇന്ന് കഴിയുമ്പോൾ അവിടെ വർഷം നിൽക്കുന്നുണ്ട്.
പെട്ടെന്ന് വിക്രത്തോട് അതിങ്ങ് തരാൻ പറയണം. വിക്രം എന്ത് ചെയ്തു, ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ് വേദയുടെ കയ്യിലേക്ക്. വേദ അത് വർഷയുടെ കൊടുത്തിട്ട് എന്തേ മോനെ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ അവന് കൊടുത്തേക്കാൻ പറയണം. എന്നിട്ട് പറയണം അവൻ്റെ അപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നെന്ന്. അവനെയെങ്കിലും നല്ല രീതിയിൽ വളർത്താൻ നോക്ക്, ഇങ്ങനെ മതസ്പർദ്ധ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ വളർത്താൻ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേദയും വിക്രവും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ വർഷ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.